നമ്മൾ ഓർത്തതുപോലെ ബൈബിളിലെ വളരെ പ്രാധാന്യത അർഹിക്കുന്ന, നമ്മുടെ കർത്താവിനെ കൂടുതൽ അടുത്തറിയുവാൻ അനുവദിക്കുന്ന ഒരു ഭാഗമാണ് ലേവ്യ യാഗങ്ങൾ. വളരെ കുറച്ചു മാത്രം പഠിക്കുന്നതും എന്നാൽ ഏറ്റവും കൂടുതൽ യേശുക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു വേദഭാഗമാണ് പഴയ നിയമത്തിൽ നാം കാണുന്ന ലേവ്യ യാഗങ്ങൾ. ലേവ്യ പുസ്തകം ആദ്യത്തെ 5 അധ്യായങ്ങളിൽ ഓരോ അധ്യായത്തിലും ഓരോ യാഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 2-ാം അധ്യായമാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞത് ഹോമയാഗം അല്ലെങ്കിൽ ബേൺഡ് ഓഫറിംഗ്. 2-ാം അധ്യായത്തിൽ ഭോജനയാഗം അല്ലെങ്കിൽ മീൽ ഓഫറിംഗ്, സീരിയൽ ഓഫറിംഗ്, ഗിഫ്റ്റ് ഓഫറിംഗ്, ഇങ്ങനെ പല പേരുകൾ അതിനുണ്ട്. 3-ാമത്തെ അധ്യായത്തിൽ സമാധാന യാഗം. ഈ 3 യാഗങ്ങളും സൗരഭ്യപൂർണമായ യാഗമാണ്. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ അവരത് അർപ്പിച്ചു. ദൈവത്തോട് ആരാധനാത്മകമായി നന്ദി പ്രകടമാക്കുവാൻ അവർ കൊണ്ടുവന്ന യാഗങ്ങളാണ് ആദ്യത്തെ 3 യാഗങ്ങൾ. അത് 3ഉം ദൈവത്തിന് സൗരഭ്യമാണെന്ന് നമ്മൾ കാണുകയുണ്ടായി. എന്നാൽ അവസാനത്തെ 2 സൗരഭ്യമാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. പാപം ചെയ്താൽ പാപത്തിന്റെ പരിഹാരത്തിനായി പാപയാഗവും, അകൃത്യം ചെയ്താൽ അതിന്റെ പരിഹാരത്തിനായി അകൃത്യയാഗവും ചെയ്യണം. അല്ലെങ്കിൽ അവരെ ഇസ്രായേൽ ജനത്തിനിടയിൽ നിന്ന് ഛേദിച്ചു കളയണം. 4-ാം അധ്യായത്തിൽ പാപയാഗവും 5-ാം അധ്യായത്തിൽ അകൃത്യയാഗവും കാണും. നമ്മൾ ഇത് രണ്ടും രണ്ടായിട്ടാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ വായിക്കുന്നില്ലേ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മൾ. അതിക്രമം എന്ന് പറയുന്നത് അറിഞ്ഞിട്ട് ചെയ്യുന്നതാണ് അതിക്രമം, ട്രസ്പാസിങ്. എന്നാൽ പാപയാഗത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളിലുള്ള പാപപ്രകൃതിയുടെ പ്രത്യേകത അവിടെ കാണിക്കുന്നു. നാം പാപം ചെയ്യുന്നത് പാപികളായതുകൊണ്ടാണ്, നമ്മുടെ പ്രകൃതി അങ്ങനെ ആയതുകൊണ്ടാണ്. അവസാനം പറഞ്ഞ 2 യാഗങ്ങൾ സൗരഭ്യമാണെന്ന് പറഞ്ഞിട്ടില്ല. പാപിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി കഷ്ടമനുഭവിക്കുന്ന, നഗരവാതിലിന് പുറത്തു വെച്ച് ചുട്ടുകളയപ്പെട്ട യാഗം പോലെ നമുക്ക് വേണ്ടി കഷ്ടമനുഭവിക്കുന്ന കർത്താവിനെയാണ് അവസാനത്തെ 2 യാഗങ്ങളിൽ കാണുന്നത്. 5 യാഗങ്ങളാണ്. പിന്നീട് 6-ാം അധ്യായം തുടങ്ങി അതിന്റെ പ്രമാണങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. പ്രമാണങ്ങൾ നമുക്കറിയാം. യാഗങ്ങൾ ജനങ്ങളോട് കൽപ്പിക്കാൻ ദൈവം പറഞ്ഞപ്പോൾ പ്രമാണങ്ങൾ അഹരോനോടും പുത്രന്മാരോടും പുരോഹിത കുടുംബത്തോട് പറയുന്നതാണ്. ആ വിധത്തിൽ നമ്മൾ 1-ാം അധ്യായം പഠിക്കുകയുണ്ടായി. ഹോമയാഗം പഠിച്ചു. യാഗങ്ങളുടെ ഔന്നത്യത്തിൽ നിൽക്കുന്നതും ഹോമയാഗമാണ്. ഹോമയാഗം നമ്മൾ കണ്ടു, എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും അർപ്പിക്കണം. ഒരു വർഷത്തിൽ ഏറിയ പങ്ക് അല്ലെങ്കിൽ ഏറ്റവും അധികം അർപ്പിക്കപ്പെടുന്നത് ഹോമയാഗമാണ്. നമ്മുടെ കർത്താവിന്റെ സമ്പൂർണമായ അനുസരണം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. പിതാവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ഒരു കാളയാണ് ആദ്യമായി കാണിച്ച യാഗം. അതിൽ നിന്റെ വഴിപാട് കന്നുകാലികളിൽ നിന്നാണെങ്കിൽ ഊനമില്ലാത്ത ആണായിരിക്കണം. അത് കർത്താവായ യേശുക്രിസ്തു ദാസനായി ഭൂമിയിൽ വന്ന് തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി ഒരു ദാസനായി തീർന്ന ദൈവപുത്രന്റെ ചിത്രമാണ് ആ 1-ാം അധ്യായത്തിൽ ഈ കാളയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മളത് പഠിച്ചതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. എന്നാൽ പുതുതായിട്ട് ചിലർ വന്നുകൊണ്ട് നിങ്ങൾക്കൊരു അഭിരുചി ഉണ്ടാകാൻ ഞാനത് എടുത്തു പറഞ്ഞു. നമ്മൾ ഇതിൻ്റെ നേരത്തെ എടുത്ത ക്ലാസ്സുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് കേൾക്കണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു. 2-ാം അധ്യായം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഭോജനയാഗം. ആ ഭോജനയാഗത്തിന്റെ ചില ക്ലാസ്സുകൾ നമ്മൾ എടുത്തു. അതുകൊണ്ട് ബാക്കി ഭാഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്, എന്നാൽ ഒരു രക്തചുരുക്കമായി ഞാൻ അതൊന്ന് പറഞ്ഞുതരാം. നമുക്ക് ആ ഭോജനയാഗം 2-ാം അധ്യായം. ആരെങ്കിലും യഹോവയ്ക്ക് ഭോജനയാഗമായ വഴിപാട് കഴിക്കുമ്പോൾ, ഭോജനയാഗം എന്നാണ് അതിന്റെ പേര്. മീൽ ഓഫറിങ്, മീറ്റ് ഓഫറിങ്, സീരിയൽ ഓഫറിങ്. എന്നാൽ അതിന്റെ ശരിയായ അർത്ഥം മിൻക എന്ന് പറയുന്ന ഒരു ഹീബ്രു വേർഡിന്റെ റൂട്ടിൽ നിന്നാണ്. മിൻക എന്ന വാക്കിന്റെ അർത്ഥം ടു ഗിവ് എന്നാണ്, അതായത് ദാനമായി നൽകുക. അപ്പോൾ ഈ 2-ാം അധ്യായത്തിൽ നമുക്ക് ദാനമായി നൽകപ്പെട്ട ദൈവപുത്രന്റെ ജീവിതവും പുനരുദ്ധാന ജീവിതവും കാണാനായിട്ട് കഴിയുന്നു. നമ്മൾ ആ 2 ഭാഗങ്ങൾ പഠിക്കും. ഒരു ഭാഗം നമ്മൾ ഏതാണ്ട് ശ്രദ്ധിച്ചു. ബാക്കി ഭാഗത്തിലേക്ക് നമുക്ക് ഇന്ന് തീർക്കാനായിട്ട് ശ്രമിക്കാം. ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഭോജനയാഗത്തിൽ മാംസമില്ല, രക്തമില്ല, അവിടെ പക്ഷികളില്ല, മൃഗമില്ല, അങ്ങനെയുള്ളതൊന്നുമില്ല. എന്നാൽ ഇതൊരു യാഗമാണ്.
നമ്മൾ ഓർക്കണം, റോമലേഖനം 12-ാം അധ്യായത്തിൽ നമ്മോട് ദൈവം ആവശ്യപ്പെട്ടു, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് ജീവനുള്ള വിശുദ്ധിയുള്ള ഒരു യാഗമായി അർപ്പിക്കാൻ പറഞ്ഞു. അത് നമ്മുടെ ജീവിതമാണ്. ദാറ്റ്സ് അവർ ലൈഫ്. നമ്മുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കണം. അത് വിശുദ്ധിയുള്ളൊരു യാഗമായി, ജീവനുള്ളൊരു യാഗമായി നമ്മളെ തന്നെ കൊടുക്കാനായിട്ട് ദൈവം ആവശ്യപ്പെട്ടു. ആ വിധത്തിൽ ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ബേഥലേം പുരി മുതൽ കാൽവറി ക്രൂശ് വരെ അവൻ ജീവിച്ചു. ആ ജീവിതം ഒരു യാഗമായിരുന്നു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. സ്വർഗം വിട്ട്, സ്വർഗത്തിന്റെ മഹത്വം വിട്ട്, സ്വർഗത്തിന്റെ ആരാധന വിട്ട് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ പുത്രന്റെ ജീവിതം ഒരു ത്യാഗപൂർണമായ യാഗമാണ്. ആ യാഗം വരച്ചു കാണിക്കുകയാണ് ഈ 2-ാം അധ്യായത്തിൽ. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, എഫേസ്യർ 5:2, അവൻ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ദൈവത്തിന് സൗരഭ്യമുള്ള വഴിപാടും യാഗവുമായി സമർപ്പിച്ചു. വഴിപാടെന്നുള്ളത് ഭോജനയാഗമെന്നാണ് അതിന്റെ ഒറിജിനൽ മീനിങ്. നമ്മളെ സ്നേഹിച്ച് വഴിപാടും യാഗവും എന്ന് പറഞ്ഞാൽ ഭോജനയാഗവും സമാധാനയാഗവുമായി അർപ്പിച്ചു. ഇത് രണ്ടും സൗരഭ്യമുള്ള യാഗമായിരുന്നു. അവിടെ സൗരഭ്യമായി നമുക്ക് വേണ്ടി അർപ്പിച്ച ദൈവപുത്രന്റെ ജീവിതവും നമുക്ക് വേണ്ടി സ്ഥാപിച്ച ആ സമാധാനവുമാണ് എഫേസ്യർ 5:2 നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമുക്ക് വീണ്ടും 2 വരാം. നമ്മൾ കണ്ടു ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിൽ അവിടെ മാംസമില്ല, രക്തമില്ല, മൃഗങ്ങളില്ല, പക്ഷികളില്ല. പിന്നെ അവിടെ എന്താ ഉള്ളത്? അടിസ്ഥാനപരമായി ഒരു പിടി മാവാണ് അവിടെ എടുക്കാനായിട്ട് പറഞ്ഞത്. നമ്മൾ അവിടെ വായിക്കുന്നുണ്ട് 1-ാം വാക്യത്തിൽ, അവന്റെ വഴിപാട് നേരിയ മാവായിരിക്കണം, ഫൈൻ ഫ്ലവർ എന്ന് പറഞ്ഞാൽ എല്ലാ തരികളും. നമുക്കറിയാം, ഇപ്പം പുട്ടുപൊടി ഇവിടെ മേടിക്കാൻ കിട്ടും, പുട്ടുപൊടി പാക്ക് ചെയ്തത്. പുട്ടുപൊടി നമ്മൾ എടുത്താൽ തരികളാണ്, ഒരു തരി പോലെ കാണാം. അങ്ങനെ ഉണ്ട്, അതാണ് പുട്ടുപൊടി. എന്നാൽ ഫൈൻ ഫ്ലവർ ഉണ്ട്, വളരെ പൗഡർ പോലെ ഇരിക്കുന്ന അതുണ്ട്. അങ്ങനെയുള്ള ഒരു 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 മാവെടുക്കാനാണ് പറഞ്ഞത്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ക്യാരക്ടറിൽ ഒരു ഏറ്റക്കുറിച്ചിനുമില്ല. നീതി, സ്നേഹം, ഇങ്ങനെയുള്ള ക്യാരക്ടർ ഉണ്ടല്ലോ. മനുഷ്യനോട് ഇടപെടുമ്പോൾ ഞാൻ പലപ്പോഴും ആവർത്തിച്ച്, നീതിബോധം കൂടിയിരിക്കുമ്പോൾ ചിലപ്പോൾ സ്നേഹമില്ലാതെ വരും, സ്നേഹം കൂടിയിരിക്കുമ്പോൾ നീതിബോധമില്ലാതെ വരും. എന്നാൽ യേശുക്രിസ്തുവിൽ അങ്ങനെയില്ല. അത് നേരിയ മാവായിരുന്നു, ഫൈൻ ഫ്ലവർ. അവന്റെ ക്യാരക്ടർ എല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ പിതാവായി ദൈവം നമുക്ക് പറഞ്ഞു തരികയാണ്, ആ പുത്രന്റെ ക്യാരക്ടറിൽ ഒന്നും ഏറ്റക്കുറിച്ചിലില്ലാത്ത ഒരു ക്യാരക്ടർ. 2, എണ്ണ ഒഴിക്കണം. നമ്മൾ കണ്ടു, എണ്ണ പരിശുദ്ധാത്മാവിന്റെ നിഴലാണ്. ആത്മാവിനാൽ ഭൂജാതനായി, ആത്മാവിനാൽ നിറയപ്പെട്ട്, ആത്മാവിനാൽ നടത്തപ്പെട്ട്, ആത്മാവിനാൽ നോക്കുക, നിത്യാത്മാവിനാൽ തന്നെത്താൻ ദൈവത്തിന് നിഷ്കളങ്കനായി അർപ്പിച്ച ദൈവപുത്രൻ. ആത്മനിറവിന്റെ ജീവിതമായിരുന്നു യേശുക്രിസ്തുവിൻ്റെത്. അതുകൊണ്ട് ഈ 2-ാം അധ്യായം വായിക്കുമ്പോൾ അവന്റെ ഈ ലോക ജീവിതത്തെ വരച്ചു കാണിക്കുമ്പോൾ 1-ാം വാക്യത്തിൽ എണ്ണ ഒഴിച്ചു, 4-ാം വാക്യത്തിൽ എണ്ണ ചേർത്തു, വീണ്ടും 5-ാം വാക്യത്തിൽ എണ്ണ ചേർത്ത്, അതിന്റെ 6-ാം വാക്യത്തിൽ എണ്ണ ഒഴിച്ച്, അതിന്റെ 7-ാം വാക്യത്തിൽ എണ്ണ ചേർത്ത്, മിക്സഡ് വിത്ത് ഓയിൽ, പോർഡ് ഓയിൽ, വിത്ത് ഓയിൽ, പോർ ഓയിൽ. ഇങ്ങനെ എണ്ണ ഒഴിച്ച്, എണ്ണയോട് കൂടെ, എണ്ണയിൽ കുതിർത്ത്, ഇങ്ങനെയൊക്കെയുള്ള ആശയമാണ് വരുന്നത്. ദൈവപുത്രന്റെ ജീവിതം ആത്മനിറവുള്ള ഒരു ജീവിതമായിരുന്നു. അവൻ മരിക്കുമ്പോഴും നമ്മൾ എബ്രായലേഖനം 9-ാം അധ്യായത്തിൽ വായിക്കുന്നു, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ചു. എണ്ണ ഒഴിച്ചിരിക്കണം. പിന്നെ ദൈവം അതിനകത്ത് എന്ത് ചേർക്കണം, എന്ത് ചേർക്കരുതെന്ന് നിർബന്ധമായി പറഞ്ഞു. എന്ത് ചേർക്കണം അവിടെ പറയുന്നുണ്ട്. 2-ാം വാക്യത്തിൽ അഹരോന്റെ പുത്രന്മാർ ആയ പുരോഹിതന്മാരുടെ അടുക്കൽ അത് കൊണ്ടുവരണം. അവൻ മാവും എണ്ണയും ഒരു കൈ നിറച്ചും കുന്തിരുക്കം മുഴുവനും എടുക്കണം. പുരോഹിതൻ ഈ കൈക്കകത്തുള്ള മാവെല്ലാം കൂടെ കൊടുക്കുന്നില്ല. ഒരു കൈ നിറച്ച് മാവെടുത്ത് അതിനകത്ത് എണ്ണ ഒഴിച്ച് കുന്തിരുക്കം മുഴുവൻ അതിനകത്ത് ഇടണം. എന്നിട്ടാണ് അത് യാഗപീഠത്തിൽ അർപ്പിക്കുന്നത്. നിവേദ്യമായി, നിവേദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു, മെമ്മോറിയലായി, ഓർമ്മയ്ക്കായിട്ട് അർപ്പിക്കണം. നമ്മൾ കർത്തൃമേശ മുറിക്കുമ്പോൾ കർത്താവിനെ ഓർക്കുന്ന പോലെയുള്ള ഒരു ഓർമ്മ, ആ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുന്തിരുക്കം മുഴുവനും എടുക്കണം.
കൈ നിറച്ച് മാവ് മതി, കുറെ എണ്ണ മതി, മറ്റ് ചേർക്കുന്നതൊക്കെ കുറേശ്ശെ മതി. എന്നാൽ ദൈവം എടുത്തു പറഞ്ഞു കുന്തിരുക്കം മുഴുവനും ചേർക്കണം. നമ്മൾ ഒരു കാര്യം ഓർക്കണം, അത് തീയിലേക്ക് എടുത്തിടുകയാണ്. ഈ കുന്തിരുക്കം മുഴുവനും ആ മാവ്, ദൈവപുത്രനെ കാണിക്കുന്ന മാവ്, എണ്ണയിൽ കുതിർത്ത മാവ്, ആ കുന്തിരുക്കം മുഴുവനും ആ തീക്കകത്തോട്ട് ഇടുമ്പോൾ നമുക്കറിയാം വളരെ നല്ല സൗരഭ്യം ഉയരും. തീയുടെ ചൂട് എത്രത്തോളം കൂടിയോ അത്രത്തോളം സൗരഭ്യവും കൂടും. ദൈവപുത്രന്റെ ജീവിതത്തിൽ ചൂടേറിയപ്പോൾ അത് ദൈവത്തിന് സൗരഭ്യമായി അവൻ കരയറ്റുകയായിരുന്നു. He converted it into incense for God. ദൈവത്തിന് അത് സൗരഭ്യമുള്ളതാക്കി അവൻ തീർക്കുകയാണ്. അവൻ ലോകത്തിൽ വെച്ച് ജീവിതത്തിൽ അനുഭവിച്ച ഓരോ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ അത് ദൈവത്തിന് സൗരഭ്യമുള്ളതാക്കി തീർക്കുകയാണ്. പിന്നെ നമ്മൾ എടുത്തു കണ്ടു, അതിനകത്ത് ദൈവം നിർബന്ധമായി പറഞ്ഞു. 11-ാം വാക്യത്തിൽ 3 പ്രാവശ്യം എടുത്തു പറഞ്ഞു, നിങ്ങൾ യഹോവയ്ക്ക് കഴിക്കുന്ന അവിടെ അതിന്റെ 13-ാം വാക്യത്തിലാണ്. നമുക്ക് 11-ാം വാക്യം 11-ഉം 13-ഉം കൂടെ വായിക്കാം. നിങ്ങൾ യഹോവയ്ക്ക് കഴിക്കുന്ന യാതൊരു ഭോജനയാവും പുളിപ്പുള്ളതായി ഉണ്ടാക്കരുത്. പുളിച്ചതൊന്നും യാതൊരു വക തേനും യഹോവയ്ക്ക് ദഹനയാഗമായി അർപ്പിക്കരുത്. പിന്നീട് നമ്മൾ 13-ാം വാക്യത്തിൽ വായിക്കുന്നു, നിന്റെ ഭോജനയാഗത്തിൽ ഒക്കെയും ഉപ്പ് ചേർക്കണം. നിന്റെ ദൈവത്തിന്റെ നിയമത്തിന്റെ ഉപ്പ് ഭോജനയാഗത്തിൽ ഇല്ലാതിരിക്കരുത്. എല്ലാ വഴിപാടിലും ഉപ്പ് ചേർക്കണം. 3 പ്രാവശ്യം 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട് ഉപ്പ് ചേർത്തിരിക്കണം. എന്നാൽ അവിടെ ഒരു വാക്ക് നമ്മൾ കണ്ടു, നിയമത്തിന്റെ ഉപ്പ്. നിയമത്തിന്റെ ഉപ്പ് നമ്മൾ ഓർക്കണം. പുളിപ്പ് ചേർക്കരുത്, തേനും ചേർക്കരുത്. പുളിപ്പ് നമുക്കറിയാം തിന്മയുടെയും ദുഷ്ടതയുടെയും പാപത്തിന്റെയും ഒക്കെ പ്രതീകമാണ്. അത് ചേർക്കാൻ പാടില്ല. ദൈവപുത്രനെ വരച്ചു കാണിക്കുന്ന ഏതപ്പവും തിരുവചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു പുളിപ്പില്ലാത്ത അപ്പമാണ്. അൺലിവൻ ബ്രെഡ്, പുളിപ്പില്ലാത്ത അപ്പമാണ്. എന്നാൽ പുളിപ്പെന്ന് പറയുന്ന പാപമാണ്. അതുകൊണ്ട് ദൈവപുത്രനെ വരച്ചു കാണിക്കുന്ന ഈ യാഗത്തിൽ യാതൊരു പുളിപ്പും ചേർക്കാൻ പാടില്ല, തേനും ചേർക്കരുത്. നമ്മൾ കണ്ടു തേന് സ്വാഭാവിക മധുരമാണ്. പൗലോസൊക്കെ പറഞ്ഞ പോലെ ഞങ്ങൾ ചക്കരവാക്കും മുഖസ്തുതിയും ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. മനുഷ്യനെ കവരുവാൻ ചക്കരവാക്ക്, മുഖസ്തുതി, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് പൗലോസ് പറയുമ്പോൾ ദാറ്റ് ഈസ് നാച്ചുറൽ സ്വീറ്റ്നസ്. ഏത് മനുഷ്യനും ഇഷ്ടമാണ് അവനെ പുകഴ്ത്തി പറയുന്നത്, അവനെ അഭിനന്ദിക്കുന്നത്. അങ്ങനെയുള്ളതൊന്നും യേശുക്രിസ്തുവിലില്ലായിരുന്നു. അവിടെ നമ്മൾ കണ്ടു യാതൊരു വക പുളിപ്പും തേനും ചേർക്കാൻ പാടില്ല, ഉപ്പ് ചേർത്തിരിക്കണം. ഇന്നലെ ഉപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിയമത്തിന്റെ ഉപ്പ്, സോൾട്ട് ഓഫ് കവനന്റ്, 2 ഭാഗം നമ്മൾ കണ്ടു. ഒന്ന്, ദാവീദിനും അവന്റെ മക്കൾക്കും ഇസ്രായേലിന്റെ സിംഹാസനം ലവണ നിയമത്താൽ ദൈവം കൊടുത്തു, മാറ്റമില്ലാത്ത നിയമത്താൽ. ലേവ്യ പുരോഹിതന്മാരായ അഹരോനും പുത്രന്മാർക്കും ലവണ നിയമത്താൽ ഉദർച്ചാർപ്പങ്ങളൊക്കെ ദൈവം കൊടുത്തു. ദൈവത്തിന് അർപ്പിക്കുന്ന യാഗവസ്തുക്കളിൽ അത് ചില ഭാഗങ്ങളൊക്കെ ലവണ നിയമം, മാറ്റമില്ലാത്ത നിയമത്താൽ കൊടുത്തു. നമ്മൾ കണ്ടു യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഇത് എന്തിനു ഉപയോഗിച്ചു? അവനിൽ എത്ര വാഗ്ദത്തം ഉണ്ടെങ്കിലും ഊവ് ഊവ് എന്നാണ്. ആമേൻ. പ്രോമിസ്, എത്ര പ്രോമിസ് ഉണ്ടെങ്കിലും അത് യേശുക്രിസ്തുവിൽ ആമീൻ എന്നാണ്. അത് നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അതുകൊണ്ടത് നിയമത്തിന്റെ ഉപ്പ് ചേർക്കണം എന്ന് പറഞ്ഞു. അത്രയും നമ്മൾ കണ്ടു. പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മള് ഈ നേര്യമാവല്ലാതെ ചുട്ടും അവർക്ക് അർപ്പിക്കാം, ദോശകളോ വടകളോ. ദോശ എന്നുള്ളത് അൺലിവൻ കേക്ക്സ്, വടയെന്നുള്ളത് അൺലിവൻ വാഫേഴ്സ്. അതിന് രണ്ടിന്റെയും ആശയം നമ്മൾ കണ്ടു. അൺലിവൻ കേക്ക്സ്, കേക്ക് ചുട്ടെടുത്തിട്ട്, പുളിപ്പില്ലാത്ത കേക്ക് ചുട്ടെടുത്തിട്ട്, അതാണ് മലയാളത്തിൽ ദോശ എന്ന് വന്നത്. പുളിപ്പില്ലാത്ത കേക്ക് ചുട്ടെടുത്തിട്ട് അവർ കുത്തിക്കിടിക്കണം. പിയേഴ്സ്ഡ് കേക്ക് എന്നാണ് ഹീബ്രു ഭാഷയിൽ. പിയേഴ്സ്ഡ് കേക്ക്, പിയേഴ്സ് കേക്ക്. ഞാനിവിടെ പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഇസ്രായേൽ മക്കളുടെ പെസഹ പെരുന്നാൾ എല്ലാ വർഷവും അവർ ആചരിക്കണം, പെസഹ പെരുന്നാൾ. പക്ഷെ ഒരു നിബന്ധനയുണ്ടായിരുന്നു. പെസഹ പെരുന്നാളിന്റെ ആടിനെ അവര് ദേവാലയത്തിന്റെ അകത്ത് കൊണ്ടുവന്ന് ആ പ്രാകാരത്തിലുള്ള യാഗപീഠത്തിന്റെ അവിടെ വെച്ച് അതിനെ അറുക്കണം. അപ്പോൾ പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നത് യാഗപീഠത്തിന്റെ അവിടെ വെച്ചാണ്. ഞാൻ ചോദിച്ചോട്ടെ, AD 70 ദേവാലയം നശിപ്പിക്കപ്പെട്ടു. പിന്നെ എങ്ങനെ ഈ പെസഹ കുഞ്ഞാടിനെ അറുക്കും?
അവർക്ക് അറുക്കാൻ നിവൃത്തിയില്ലേ. അങ്ങനെ അവരുടെ റബിമാർ അവരെ പഠിപ്പിച്ചു. പ്രവാസത്തിൽ കിടക്കുന്ന റബിമാർ അവരെ പഠിപ്പിച്ചൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. മെറ്റ്സ, METZAH, മെറ്റ്സ. മെറ്റ്സ എന്ന് പറയുന്ന ഒരു അപ്പമാണ് ഈ പെസഹ ആടിന് പകരം അവർ കൊണ്ടാടിയത്. AD 70 തൊട്ട് അവർ ചിതറിപ്പോയ ലോകത്തിലൊക്കെ പെസഹ കൊണ്ടാടും. ആ പെസഹ കൊണ്ടാടുമ്പോൾ ആടിനെ അവർ ചുട്ടെടുക്കുന്നില്ല. കാരണം ആടിനെ അവർക്ക് അറക്കാൻ നിവൃത്തിയില്ല. ആടിന് പകരം ഒരപ്പം അവർ ചുട്ടെടുക്കും. ആ അപ്പത്തിന്റെ പേരാണ് മെറ്റ്സ, METZAH, മെറ്റ്സ. എന്നാൽ അത് നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. ആ മെറ്റ്സ അപ്പം ചുട്ടെടുക്കുന്നത് അവര് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ട്രിപ്ഡ് ആൻഡ് പിയേഴ്സ്ഡ് ആൻഡ് ബ്രൂയിസ്ഡ് in such a way as to picture Christ, who was terribly persecuted for us. അതായത് ഈ മെച്ച അപ്പം ചുട്ടെടുത്തിട്ട് അതിനെ സ്ട്രിപ്പ് ചെയ്ത് അതിനെ കുത്തിക്കിഴിച്ച് അതിനെ ബ്രൂയിസ് ചെയ്ത് അതിന്റെ രൂപം അങ്ങ് ഇല്ലാതാക്കുക. മെച്ചാപ്പം അതിന്റെ ആചാരങ്ങളൊക്കെ വളരെ രസകരമാണ്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ യഹൂദന്മാർ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. യേശുക്രിസ്തുവാണ് ഈ പെസഹ കുഞ്ഞാടെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. എന്നാൽ അവർ ഈ മെച്ച അപ്പം പെസഹ കുഞ്ഞാടിന് പകരം ഉണ്ടാക്കുമ്പോൾ അത് കുത്തിക്കിഴിക്കാനും മുറിക്കാനും അത് വികൃതമാക്കുവാനും ആവശ്യപ്പെട്ടപ്പോൾ നമ്മളിപ്പം പഠിച്ചതുപോലെ കുത്തിക്കിഴിച്ച കേക്ക്, ദോശ, യേശുക്രിസ്തുവിന്റെ രൂപഗുണം നഷ്ടപ്പെട്ട ദൈവപുത്രനെ കാണിക്കുക. അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ടതായി നമ്മൾ വായിക്കും. അതിന്റെ പ്രതീകമാണ് ഈ ഭോജനയാഗത്തിൽ ആ ചുട്ടെടുത്ത് കുത്തിക്കിഴിച്ച കേക്ക്. വാഫർ ബിസ്ക്കറ്റ് നമുക്കറിയാം വളരെ കനക്കുറവാണ്. ഫിലിപ്പിലെ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ചു. emptied himself, ധനമില്ലാത്തവനായി. ആരാണവൻ? ദൈവമാണ്. പിതാവായി ദൈവത്തോട് സമത്വമുള്ളവൻ. emptied himself. ആ ധനമില്ലാതായ വാഫേഴ്സ് ബിസ്ക്കറ്റ്, അൺലിവൻ വാഫേഴ്സ്. എത്ര മനോഹരമായിട്ടാണ് ദൈവം ഇത് പറഞ്ഞതെന്നുള്ളത് നമ്മൾ ഓർക്കും. എന്നാൽ ഇനിയും നമുക്ക് തുടർന്ന്, ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഇത്രയും സമയം അങ്ങ് എടുത്തു എന്നേ ഉള്ളൂ. ഇന്ന് നമുക്ക് ഈ ഭോജനയാഗം അവസാനിപ്പിക്കണം പഠിച്ച്. കാരണം ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ് ഞാൻ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ നിന്നായിരിക്കും എടുക്കുന്നത്. ഞാൻ ബുധനാഴ്ച അവിടെ ചെന്ന് സൺഡേ ദൈവം അനുവദിച്ചാൽ അവിടെ ചെല്ലുമെന്ന് കരുതുന്നു. ദൈവം അനുവദിച്ചാൽ ഞാൻ അവിടെ നിന്ന് ബുധനാഴ്ച തോറും എടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ഇനി നമുക്ക് ബാക്കി ഭാഗം പഠിക്കണം. 14 തൊട്ടുള്ള വാക്യം പഠിക്കണം. അതവിടെ നിൽക്കട്ടെ. 14 തൊട്ടുള്ള വാക്യം നമ്മൾ ശ്രദ്ധിക്കുന്നതിന് മുമ്പ് ഇതിന്റെ പ്രമാണം കൂടെ നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം. 6-ാം അധ്യായത്തിന്റെ 14 തൊട്ട് 18 വരെയുള്ള വാക്യമാണ് ഇതിന്റെ പ്രമാണം. ഉള്ളവര് ബൈബിളിൽ ശ്രദ്ധിക്കുക. ലേവ്യ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 14 തൊട്ട് 18 വരെയുള്ള വാക്യം. ഭോജനയാഗത്തിന്റെ പ്രമാണമാവിത്. ആരോടാ പ്രമാണം പറഞ്ഞത്? നമ്മൾ നേരത്തെ പഠിച്ചു. ഈ പ്രമാണം കൊടുത്തത് അഹ്റോനും പുത്രന്മാർക്കുമാണ്. അവരോടാണ് പറയുന്നത്, അഹ്റോന്റെ പുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ യാഗപീഠത്തിന് മുമ്പിൽ അത് അർപ്പിക്കണം. ഭോജനയാഗത്തിന്റെ നേരിയ മാവിൽ നിന്നും എണ്ണയിൽ നിന്നും കൈനിറച്ചും ഭോജനയാഗത്തിന്മേലുള്ള കുന്തിരുക്ക് മുഴുവൻ എടുത്ത് നിവേദ്യമായി ഓർമ്മയായി യാഗപീഠത്തിന്മേൽ യഹോവയ്ക്ക് സൗരഭ്യവാസനയായി ദഹിപ്പിക്കണം. അതിന്റെ ശേഷിപ്പ് അഹ്റോനും പുത്രന്മാർക്കും തിന്നണം. അത് വിശുദ്ധ സ്ഥലത്ത് വെച്ച് അത് പുളിപ്പ് ഇല്ലാത്തതായി തിന്നണം. സമാഗമന കൂടാരത്തിന്റെ പ്രാകാരത്തിൽ വെച്ച് അത് തിന്നണം. അത് പുളിച്ച മാവ് കൂട്ടി ചുടരുത്. എന്റെ ദഹനയാഗങ്ങളിൽ അത് ഞാൻ അവരുടെ ഓഹരിയായി കൊടുത്തിരിക്കുന്നു. അത് പാപയാഗം പോലെയും അകൃത്യയാഗം പോലെയും അതിവിശുദ്ധം. അഹ്റോന്റെ മക്കളിൽ ആൺമക്കളൊക്കെയും അത് തിന്നാം. യഹോവയുടെ ദഹനയാഗങ്ങളിൽ അത് നിങ്ങൾക്ക് തലമുറയായി ശാശ്വത അവകാശമാകുന്നു. അതിനെ തൊടുന്നവനെല്ലാം വിശുദ്ധനായിരിക്കണം. ഇവിടെ നമ്മൾ വളരെ മനോഹരമായ ചില കാര്യങ്ങളൊന്ന് കണ്ടോട്ടെ. ഇവിടെ നോക്കുക, ഈ ഭോജനയാഗം പുരോഹിതന്മാർ അർപ്പിക്കുന്നു. യാഗപീഠത്തിൽ കൊടുക്കുന്നതൊക്കെ ദൈവത്തിനുള്ളതാണ്. യാഗപീഠത്തിൽ കൊടുക്കുന്നത് ദൈവത്തിനുള്ളതാണ്. ദൈവത്തിന് യാഗപീഠത്തിങ്കൽ അത് കൊടുക്കുകയാണ്. എന്നാല്
അടുത്തായിട്ട് നമ്മൾ ഓർക്കണം, ആ യാഗപീഠത്തെങ്കിൽ അത് കൊടുത്തിട്ട് ബാക്കി ഭാഗം അഹ്റോന്റെ മക്കൾക്കുള്ളതാണ്. എന്നാൽ ഇവിടെ ദൈവം എടുത്തു പറഞ്ഞു, അത് ഭക്ഷിക്കണമെങ്കിൽ നിങ്ങൾ വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കണം. ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിപ്പാൻ നിങ്ങൾ എനിക്കൊരു ആലയം ഉണ്ടാക്കാൻ പറഞ്ഞു. അവിടെ ഒരു പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്. പ്രാകാരത്തിലാണ് യാഗപീഠം ഇരിക്കുന്നത്, അവിടെ വെച്ചാണ് ഇത് അർപ്പിക്കുന്നത്. ആ സാധനം, അതായത് ബാക്കി ഭാഗം പ്രാകാരത്തിൽ വെച്ച് പുരോഹിതന്മാർ ഭക്ഷിക്കണം. എന്നാൽ ഇവിടെ എടുത്തു പറഞ്ഞു ആര് ഭക്ഷിക്കണം, ആരാണ് ഭക്ഷിക്കേണ്ടത്? 6-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ എടുത്തു പറഞ്ഞു ആരാ? അഹരോന്റെ മക്കളിൽ ആണുങ്ങളൊക്കെ അത് തിന്നണം. നമ്മൾ പഠിക്കുന്നുണ്ട്, മറ്റ് യാഗവസ്തുക്കൾ അഹരോന്റെ പുത്രിമാർക്കും ചിലതൊക്കെ ഭക്ഷിക്കാം. എന്നാൽ ഇവിടെ എടുത്തു പറഞ്ഞു അതാര് വേണം ഭക്ഷിക്കാൻ? അഹരോന്റെ പുത്രന്മാർ വേണം ഭക്ഷിക്കാൻ. ആദ്യമായി നമ്മളൊരു കാര്യം ഓർക്കണം, ദൈവത്തിന്റെ ഭോജനമെന്ന് പറയപ്പെട്ട, ദൈവം ആസ്വദിച്ച ഈ ഭക്ഷണം, അതായത് ദൈവപുത്രന്റെ ജീവിതം, ബാക്കി ഭാഗം ഭക്ഷിക്കാൻ കൊടുത്തത് ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാർക്കാണ്. നമ്മള് ഞായറാഴ്ച തോറും കർത്തൃസന്നിധിയിൽ കടന്നു വരുമ്പോ നമ്മൾ ഒരു കാര്യം ഓർക്കണം, അവിടെ ഇത് ഭക്ഷിച്ചവരാണ് അവിടെ ശുശ്രൂഷയിൽ ഏർപ്പെടുന്നത്. അത് ആണുങ്ങളാണ് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇനി ഭക്ഷണം എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം ഒന്ന് എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം ഒന്ന് എടുത്താട്ടെ. കർത്താവ് അവനെ ഭക്ഷിക്കുന്നതിനെ കുറിച്ച് ഈ 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 1 മിനിറ്റ്. ഞാൻ എടുത്തു വെക്കുന്ന ലൂക്കോസായി തപ്പുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 32 തൊട്ടുള്ള വാക്യം നോക്കട്ടെ. ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എന്റെ പിതാവത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തന്നത്. ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, കർത്താവ് ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുവല്ലോ. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. എന്റെ അടുക്കൽ വരുന്നവനോ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. 6-ാം അധ്യായം ഇവിടെ നമ്മൾ നോക്കുക, എന്നെ ഭക്ഷിക്കുന്നവൻ എൻ മൂലം ജീവിക്കും. ഞാനാണ് സാക്ഷാൽ അപ്പം. യേശുക്രിസ്തു പറയുകയാണ്, എന്റെ പിതാവാണ് നിങ്ങൾക്ക് സാക്ഷാൽ അപ്പം തന്നത്. ഇവിടെ 51-ാം വാക്യം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു, ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. 53, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. 56, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. 57, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. എന്നെ തിന്നുന്നവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം അത് ആകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്ത പോലെ അല്ല, ഈ അപ്പം തിന്നുകയും തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഈ ഭാഗത്തില് തിന്നുക എന്ന 2 വാക്ക് നമുക്കറിയാം. പുതിയ നിയമം ഗ്രീക്ക് ലാംഗ്വേജിലാണ് എഴുതിയത്. ആ ഗ്രീക്ക് ഭാഷയിൽ 2 വാക്ക് ഈ 6-ാം അധ്യായത്തിൽ കാണും. നമ്മളത് ഒന്ന് പഠിക്കാനായിട്ട് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഉദാഹരണമായിട്ട്
6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നോക്കാട്ടെ. അവിടെ വെച്ച് 5-ാം വാക്യം, യേശു വലിയൊരു പുരുഷാരത്തിന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. അത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് അറിഞ്ഞിരുന്നു. ഇവിടെ നോക്കുക, 5-ാം വാക്യത്തിൽ ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം കൊടുക്കും. അവിടെ തിന്നുവാൻ എന്നൊരു വാക്കുണ്ട്. അതായത് കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ ഒരുപാട് ജനങ്ങൾ അവനെ പിന്തുടരുകയാണ്. ഫിലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് ആഹാരം കൊടുക്കും. ആ വാക്കല്ല പിന്നീട് നമ്മൾ വായിച്ച ഭാഗത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 2 ഗ്രീക്ക് വാക്ക്. യോഹന്നാന്റെ സുവിശേഷം 6:5 നിങ്ങള് ലെക്സിക്കനോ എന്തെങ്കിലും എടുത്ത് നോക്കിയോ, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഗ്രീക്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫാഗോ എന്ന വാക്കാണ്. PHAGO. ഫാഗോ. ഫാഗോ എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക എന്നുള്ളതാണ്, തിന്നുക. അവിടെ കർത്താവ് പറഞ്ഞു, നാം ഇവർക്ക് എന്ത് ഭക്ഷിക്കാൻ കൊടുക്കും. അത് ഫാഗോ എന്ന വേർഡാണ്, PHAGO. എന്നാൽ പിന്നീട് കർത്താവ് തന്റെ മാംസം ഭക്ഷിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ആ വാക്കല്ല പറഞ്ഞത്. അവിടെ പറഞ്ഞ വാക്ക് ഏതാ? ട്രാഗോ എന്ന വാക്കാണ്. TROGO. ട്രാഗോ. TROGO. ട്രാഗോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ടു ചൂ, അല്ലെങ്കിൽ he that eateth me, he that drinketh me. It is a present active participle, a continuous action. എന്നെ ഭക്ഷിക്കുന്നവൻ, എന്നെ തിന്നുന്നവൻ, he that eateth me, he that drinketh me. ട്രാഗോ എന്ന വാക്കാണ്. എന്നാൽ 6:5 തിന്നുക എന്നുള്ളത് ഫാഗോ എന്നുള്ള വേർഡാണ്. അത് തിന്നാ മതി, വിശപ്പങ്ങ് പോകും, ഒരു പ്രാവശ്യം തിന്നാ മതി. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ എന്റെ മാംസം തിന്നുകൊണ്ടിരിക്കുക, എന്നെ ഭക്ഷിക്കുക, ആ വാക്കാണ് ഇവിടെ 54, 55, 56, 57, 58 ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ. ആ വാക്കുകളാണ്. അത് ചിന്തനീയമായ ഒരു കാര്യമാണ്. എന്താ വാക്കിന്റെ അർത്ഥം? ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയേ, ദൈവം ശുദ്ധിയുള്ള മൃഗങ്ങൾ ഏതാണെന്ന് യഹൂദന് പറഞ്ഞു കൊടുക്കുമ്പോൾ കുളമ്പ് പിളർന്നതും അയവിറക്കുന്നതും. ഈ അയവിറക്കുക അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ട്രാഗോ എന്ന വാക്ക് ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുക. ഈ ശുദ്ധിയുള്ള മൃഗങ്ങൾ എന്താ ചെയ്യുന്നത്? എല്ലാം കാർന്ന് തിന്നും, എന്നിട്ട് എവിടെയെങ്കിലും പോയി കിടന്നിട്ട് ഇങ്ങനെ അത് കുറേശ്ശെ ചൂ ചെയ്യും. ഇതാണ് ഒരു വിശുദ്ധന്റെ ക്യാരക്ടർ. അങ്ങനെ ചൂ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ കാലുകൾ പിളർന്നിരിക്കുന്നതാ, പിളർന്ന കുളമ്പാണ്. ഇനി നമ്മൾ നോക്കിയേ, ഈ പിളർന്ന കുളമ്പുള്ള മൃഗങ്ങളൊക്കെ ശാന്ത മൃഗങ്ങളാണ്, ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ്. പശുക്കള്, കാളയെ, ആടുകളൊക്കെ ആ പിളർന്ന കുളമ്പുള്ളത് ഈ ഭക്ഷിക്കുന്നതനുസരിച്ച് അതിന്റെ ശാന്ത അതിന്റെ നടപ്പിൽ കാണിക്കുന്നു. മറ്റേ മൃഗങ്ങളോ അത് എപ്പോഴും കടിച്ചു കീറുവാനും ഇങ്ങനെ അതിന്റെ ഇര പിടിക്കാൻ വേണ്ടി കിടഞ്ഞു പരിശ്രമിക്കുന്ന മൃഗങ്ങളാണ്. അതിന്റെ കാലുകൾ കണ്ടിട്ടില്ലേ? അതിന്റെ ഭക്ഷണമൊന്നും അത് അയവിറക്കത്തില്ല, കാർന്ന് തിന്നത്തേയുള്ളൂ. എന്തൊരു ആശയമാണ് ദൈവവചനത്തിൽ ഓരോന്നിനും പറഞ്ഞിരിക്കുന്നത്. എന്നെ ഭക്ഷിക്കുന്നവൻ മൂലം ജീവി. നമ്മൾ ഓർക്കുക, ലേവ്യ യാഗങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പുരോഹിതന്മാർക്കുള്ളതാണ് ബാക്കി ഓഹരി. ദൈവം അവന്റെ ഭോജനമെന്ന് പറഞ്ഞ ആ ഭക്ഷണം അത് പുരോഹിതന്മാർ ഭക്ഷിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ വലിയ കടമ കൊണ്ടോ അത് ആണുങ്ങളെ എടുത്തു പറഞ്ഞു. പുരോഹിത കുലത്തിലെ ആണുങ്ങൾ, എന്റെ സഹോദരന്മാരെ, നമ്മള് ദൈവസേനയിൽ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ ആക്റ്റീവായിട്ട് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആരാണ്? ആണുങ്ങളാണ്. ആണുങ്ങള് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം, അവിടെ ഒരു നിബന്ധനയുണ്ട്. ദൈവം ആസ്വദിച്ചത് നമ്മൾ ആസ്വദിച്ചു കൊണ്ടേയിരിക്കണം, നമ്മൾ അയവിറക്കിക്കൊണ്ടേയിരിക്കണം. നമ്മൾ ഇപ്പോൾ ലേവ്യയാഗങ്ങൾ പഠിക്കുകയാണ്, അതൊക്കെ നമ്മൾ കാർന്നു തിന്നിട്ട് അത് അയവിറക്കി ചവച്ചരച്ചു കൊണ്ടിരിക്കണം. എന്ത് സംഭവിക്കും? നമ്മള് ആരോഗ്യമുള്ളവരായി,
ആരാധന ദൈവത്തിന് സൗരഭ്യമായി അർപ്പിക്കുവാനായിട്ട് കഴിയുമെന്നുള്ള വലിയ പാഠം നമ്മളെ ഇവിടെ പഠിപ്പിക്കും. ഞാൻ അതും കൊണ്ട് അവിടെ നിർത്തുകയാണ്. ബാക്കിയൊക്കെ 6-ാം അധ്യായത്തിന്റെ പ്രമാണം നമ്മൾ മറ്റു പ്രമാണങ്ങൾ വായിക്കുന്ന പോലെയേ ഉള്ളൂ. ഇനി നമുക്ക് 2-ാം അധ്യായത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം. അവിടെ നമ്മൾ വേറെ ഒരു വിഷയം കാണാൻ പോവുകയാണ്. അതിന്റെ 2-ാം അധ്യായം, ലേവ്യപുസ്തകം 2-ാം അധ്യായം, ഭോജനയാഗത്തിന്റെ ബാക്കി ഭാഗം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. 14 തൊട്ട് 16 വരെയുള്ള വാക്യം. നിന്റെ ആദ്യഫലങ്ങളുടെ ഭോജനയാഗം യഹോവയ്ക്ക് കഴിക്കുന്നെങ്കിൽ കതിർ ചുട്ട ഉതിർത്ത മണികൾ ആദ്യഫലങ്ങളുടെ ഭോജനമായി അർപ്പിക്കണം. അതിന്മേൽ എണ്ണ ഒഴിച്ച് അതിന്മീതെ കുന്തിരുക്ക് വിടണം. അതൊരു ഭോജനയാഗം. ഉതിർത്ത മണിയിലും എണ്ണയിലും കുറേശ്ശയും കുന്തിരുക്കം മുഴുവനും പുരോഹിതൻ നിവേദ്യമായി ദഹിപ്പിക്കണം. അത് യഹോവയ്ക്ക് ദഹനയാഗം. ഇത് എന്റെ സഹോദരീസഹോദരന്മാരെ വളരെ ബ്യൂട്ടിഫുൾ ആയ വേറെ ഒരു ഭാഗമാണ്. നമ്മൾ പഠിച്ചു നേരിയ മാവായിട്ട് അർപ്പിക്കാം, അൺലിവൻഡ് പിയേഴ്സ്ഡ് കേക്ക് ആയിട്ട് അർപ്പിക്കാം, അൺലിവൻഡ് വാഫേഴ്സ് ആയിട്ട് അർപ്പിക്കാം. എന്നാൽ ആദ്യ ഫലമാണ് ഭോജനയാഗമായി കൊണ്ടുവരുന്നതെങ്കിൽ ദൈവം പറഞ്ഞ ഭാഗം നോക്കിയേ, 14 തൊട്ട് 16 വരെയുള്ള വാക്യം. ഞാൻ ക്ഷമിക്കണേ, എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും മിക്കവാറും എല്ലാവരും ഇംഗ്ലീഷ് ഫോളോ ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് ബൈബിളിലൂടെ ആ വാക്യം, 3 വാക്യമുള്ളല്ലോ, അതൊന്ന് വായിച്ചോട്ടെ. 3-4 വാക്യമേ. അവിടെ നിങ്ങൾ അല്പ വ്യത്യാസമൊക്കെ ശ്രദ്ധിക്കും. ഞാൻ വായിച്ചോട്ടെ. Leviticus chapter 2 verses 14 onwards. If you offer a grain offering of your first fruit to the Lord, you shall offer for the grain offering of your first fruit green heads of roasted green heads of grain. Ando? Green heads of grain roasted on the fire, grain beaten from full heads. 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ഒന്ന്, ഗ്രീൻ ഹെഡ്സ് ഓഫ് ഗ്രെയിൻ, പച്ച കതിര് വേണം. ഉണങ്ങിയ കതിരല്ല, പച്ച കതിര് വേണം. എന്തിനാ ദൈവം അങ്ങനെ പറഞ്ഞത്? ഗ്രീൻ ഹെഡ്സ് ഓഫ് ഗ്രെയിൻ, അത് റോസ്റ്റഡ് ഇൻ ഫയർ, അത് തീയിൽ ചുട്ടതായിരിക്കണം. 3, എന്നിട്ട് ദൈവം എടുത്ത് പറഞ്ഞു ഗ്രെയിൻ ബീറ്റൺ ഫ്രം ഫുൾ ഹെഡ്സ്, ആ കതിരിൽ നിന്ന് അടർത്തിയെടുത്ത മണികളായിരിക്കണം. ഇവിടെ ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ട് മുന്നോട്ട് പോകാം. ആദ്യത്തെ 13 വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ ജീവിതം ദൈവം നമുക്ക് ദാനമായി നൽകിയതാണ്. ഗിഫ്റ്റ് ഓഫറിംഗ്. ഗിഫ്റ്റ് ഓഫറിംഗ് ആദ്യത്തെ 13 വാക്യം നമ്മൾ കണ്ടു. അത് പുത്രനെ ദൈവം നമുക്ക് വേണ്ടി ദാനമായി നൽകിയതാണ്. അവനെ തരുവാൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തീർന്നില്ല. 14 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങൾ പുനരുദ്ധാന ജീവിതത്തെ കാണിക്കുന്നു. യേശുക്രിസ്തുവിന്റെ റിസറക്ഷൻ ലൈഫ്. ഇൻ ഹിസ് റിസറക്ഷൻ ഓൾസോ ദൈവം അവനെ നമുക്ക് ദാനമായി നൽകിയതാണ്. സ്തോത്രം. അപ്പോൾ അവന്റെ ജീവിതവും അവന്റെ പുനരുദ്ധാന ജീവിതവും വണ്ടർഫുൾ. എത്ര വലിയ സത്യങ്ങളാണ് ഇവിടെ എന്നോർക്കുക. ഇവിടെ എടുത്തു പറയുന്നുണ്ട് ഫസ്റ്റ് ഫ്രൂട്ട്. ഫസ്റ്റ് ഫ്രൂട്ട് എന്തിനു പറയുന്നു? നമ്മൾ പഠിച്ചിട്ടുണ്ട്. പുനരുദ്ധാനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ലാതെ അറിയാം, ആ ഫസ്റ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് 1 കൊരിന്ത്യർ 15-ൽ വായിക്കുന്നു, മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവൻ ആദ്യ ഫലമായി പുനരുദ്ധാനം പ്രാപിച്ചു. ഹി ഈസ് എ ഫസ്റ്റ് ഫ്രൂട്ട് ഫ്രം ഡെഡ്. അതിനു മുമ്പ് പുനരുദ്ധാനം പ്രാപിച്ചവർ ഉണ്ടല്ലോ, അവരൊക്കെ പിന്നെയും മരിച്ചുപോയി. അവരെ അമർത്യമായി ശരീരത്തിൽ എഴുന്നേറ്റിരുന്നെങ്കിൽ യേശുക്രിസ്തു ആദ്യ ഫലമാകത്തില്ല. അതുകൊണ്ട് ഇതിനു മുമ്പ് പുനരുദ്ധാനം പ്രാപിച്ചവരൊക്കെ വീണ്ടും മരിച്ചുപോയി. യേശുക്രിസ്തുവാണ് അമർത്യമായ ശരീരത്തിൽ, പുനരുദ്ധാന ശരീരത്തിൽ വീണ്ടും ജീവിച്ചത്. ആ യേശുക്രിസ്തുവാണ് ഫസ്റ്റ് ഫ്രൂട്ട്. ആ ഫസ്റ്റ് ഫ്രൂട്ട് അവന്റെ പുനരുദ്ധാന ജീവിതമാണ്. എന്റെ സഹോദരന്മാരെ, ദൈവം അത് നമ്മൾ ഓർക്കുക. നോട്ട് ഓൺലി ഹിസ് ലൈഫ്, അവൻ ഈ ഭൂമിയിൽ വന്ന് 33 വർഷം നമുക്ക് വേണ്ടി ജീവിച്ചത് മാത്രമല്ല, അവന്റെ പുനരുദ്ധാന ജീവിതവും നമുക്ക് വേണ്ടി നൽകി. ഞാൻ ചില വാക്യങ്ങളൊക്കെ ഒന്ന് വായിച്ചോട്ടെ. നമ്മുടെ ഹൃദയം സന്തോഷിക്കേണ്ടതാണ്. റോമലേഖനം 8-ാം അധ്യായം എടുത്താട്ടെ. റോമൻസിൽ നിന്ന് ചില വാക്യം ഒന്ന് വായിച്ചോട്ടെ. റോമലേഖനം 8-ാം അധ്യായം. അവിടെ
റോമലേഖനം 8-ാം അധ്യായത്തിന്റെ 33-ും 34-ഉം വാക്യം. 8-ാം അധ്യായത്തിന്റെ 33-ും 34-ഉം വാക്യം. ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നതാ. യേശുക്രിസ്തു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. അവൻ മരിച്ച് ജീവിച്ച് ദൈവത്തിന്റെ വലത്തുഭാഗത്ത്, ഇവിടെ എഴുതിയിരിക്കുന്നു നോക്കിയേ, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഈ ലോകത്തിൽ ഇറങ്ങി വന്ന ദൈവപുത്രന്റെ ജീവിതം നമുക്ക് വേണ്ടിയായിരുന്നു. യേശുക്രിസ്തു ഈ ലോകത്തിൽ ഇറങ്ങി വന്ന ജീവിതം നമുക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മളിവിടെ വായിച്ചു, അവന്റെ പുനരുത്ഥാനം, ഉയർത്തെഴുന്നേറ്റു, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു ദൈവസന്നിധിയിൽ. His life and his resurrection life for us. നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ. നമുക്ക് 5-ാം അധ്യായം നോക്കിയാട്ടെ. റോമലേഖനം 5-ാം അധ്യായം വളരെ സന്തോഷിക്കേണ്ട ഒരു ഭാഗമാണ്. 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്തശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. നമ്മൾ ഒരിക്കൽ ശത്രുക്കളായിരുന്നു ദൈവത്തിന്റെ. ശത്രുക്കളായി നമ്മളെ മിത്രങ്ങളാക്കിയത് പുത്രന്റെ മരണത്താലാണ്. ഇന്ന് നമ്മൾ ശത്രുക്കളല്ല, മിത്രങ്ങളാണ്. ആ മിത്രങ്ങളാക്കി നമ്മളെ തീർത്തത് പുത്രന്റെ മരണത്താലാണ്. അങ്ങനെയെങ്കിൽ പൗലോസ് ചോദിക്കുക, അവന്റെ ജീവനാൽ, ആ ജീവൻ എന്ന് പറയുന്നത് പുനരുദ്ധാന ജീവിതമാണ്. ആ ജീവനാൽ എത്രയധികമായി, ഹൗ മച്ച് മോർ ഷാൽ വി ബി സേവ്ഡ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. യേശുക്രിസ്തുവിന്റെ ജീവിതം നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ വന്ന് മരിച്ച് നമ്മളെ ദൈവത്തോട് നീതീകരിച്ച്, നമ്മളെ നിരപ്പിച്ച് നമ്മളെ നീതീകരിച്ചു. അങ്ങനെ സംഭവിച്ചെങ്കിൽ അവന്റെ പുനരുദ്ധാന ജീവനാൽ നമ്മൾ എത്രയധികമായി രക്ഷിക്കപ്പെടും. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ്, ഒരു ഫിലോസഫിക്കൽ ആർഗ്യുമെന്റ് ആണ് പൗലോസ് നമ്മുടെ മുന്നിൽ കൊണ്ടുവച്ചത്. ഇതല്ലേ എബ്രായന കർത്താവ് എഴുതിയിരിക്കുന്നത്? ഞാൻ അതുകൂടെ ഒന്ന് വായിച്ചോട്ടെ. 7-ാം അധ്യായം നോക്കാട്ടെ. എബ്രായലേഖനം 7-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം. അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. സദാ ജീവിക്കുന്നു നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ. അവന്റെ ജീവനാൽ, ആ പുനരുദ്ധാന ജീവനാൽ നാം എത്രയധികം രക്ഷിക്കപ്പെടും. ആദ്യഫല കറ്റേ അത് കാണിക്കും. യെസ്. എബ്രായർ 9:24 നോക്കിയാട്ടെ. എബ്രായർ 9:24. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് 9:24. ക്രിസ്തു വാസ്തവമായി ഇതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രതി. സൗരന്മാരെ, നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ അവൻ സ്വർഗത്തിലേക്ക് പോയി. ഞാൻ എപ്പോഴും എടുത്തു പറയുന്നതും വളരെ സന്തോഷം തോന്നുന്ന ഒരു ഭാഗമാണ് 6-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം, മരണമില്ലാത്ത, ആ അന്തമില്ലാത്ത ജീവന്റെ ഉടമയാണ് മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം. യേശുക്രിസ്തുവിനെ അങ്ങനെയാണ്. എന്നാൽ അഹരോന്റെ പൗരോഹിത്യം മരണത്താൽ മാറ്റപ്പെടുന്നു. ഇത് മാറ്റപ്പെടുന്നില്ല. എന്താ പറയുന്നത്? എന്നേക്ക് മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചു. മുമ്പ് കൂട്ടി, ആ വാക്ക് കണ്ടോ? മുമ്പ് കൂട്ടി. ഇംഗ്ലീഷിൽ വായിച്ചാൽ ആസ് എ ഫോർറണ്ണർ. ആസ് എ ഫോർറണ്ണർ ഹി ഹാസ് എന്റേർഡ് ഇൻടു ഹെവൻ. സ്നാപക യോഹന്നാൻ യേശുക്രിസ്തുവിന്റെ ഫോർറണ്ണർ ആയിരുന്നു. മുമ്പ് കൂട്ടി വന്നതാ. ഞാൻ ആ ഭാഗം പഠിച്ചപ്പോൾ ഒരു കാര്യം നോട്ട് ചെയ്തത് എന്താന്ന് ചോദിച്ചാൽ, ഒരു ഫോറിനറെ അക്സെപ്റ്റ് ചെയ്താൽ പുറകിൽ വരുന്ന ആളെ അക്സെപ്റ്റ് ചെയ്യും. ഉദാഹരണമായിട്ട് സ്നാപക യോഹന്നാന്റെ തല വെട്ടി ഹെരോദാവ്. പിന്നീട് ഒരിക്കലും കർത്താവ് ഹെരോദാവിനോട് സംസാരിച്ചിട്ടില്ല. എന്താ കാരണം? അവന്റെ ഫോറിനർ ആയിരുന്നു. ആ ഫോറിനറിനെ കൊന്നുകളഞ്ഞു. എന്നാൽ അവന്റെ ഫോറിനറിനെ സ്വീകരിക്കുകയാണെങ്കിൽ അവിടെ പുറകെ വരുന്ന ആൾക്ക് സ്വീകരണമാണ്. യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ പിതാവിന്റെ സന്നിധിയിൽ വലത്തുഭാഗത്ത് അവനെ മഹത്വീകരിച്ചു. മഹിമയുടെ ഉടമയായി അവനെ മഹത്വീകരിച്ചുവെങ്കിൽ, അവൻ അത്ര വലിയ സ്വീകരണം അവിടെ കൊടുത്തെങ്കിൽ,
അവൻ നമുക്ക് വേണ്ടി മുമ്പ് കൂട്ടി പ്രവേശിച്ചതാണ്. അവൻ പ്രതിനിധീകരിക്കുന്ന ജനങ്ങൾ നമ്മൾ പുറകെ പോകും. ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ലഭിക്കാൻ പോകുന്ന സ്വീകരണം എത്ര വണ്ടർഫുൾ. അവന്റെ പുനരുദ്ധാന ജീവിതം നമുക്ക് വേണ്ടി. യെസ്, 1 കൊരിന്ത്യർ 15:20-21 അവൻ മരിച്ചിട്ട് ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റെന്ന് വായിക്കുന്നു. ഇനിയും ലേവ്യ പുസ്തകത്തിൽ തന്നെ ഒരു ഭാഗം കൂടെ കാണിച്ചോട്ടെ. യഹോവയുടെ ഉത്സവങ്ങളിൽ 23-ാം അധ്യായം എടുത്താട്ടെ. ലേവ്യ പുസ്തകം 23-ാം അധ്യായം. അതിന്റെ ആദ്യഫല കറ്റയെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് ആദ്യഫല കറ്റ. നമ്മൾ അതാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യഫല കറ്റ, അതിൽ ഹൃദയം കുളിർക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്താണെന്നറിയാമോ? 11-ാം വാക്യം. നിങ്ങൾക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അവൻ ആ കറ്റ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. ശബത്തിന്റെ പിറ്റേന്നാൾ പുരോഹിതന് നീരാജനം ചെയ്യണം. ശബത്തിന്റെ പിറ്റേന്നാൾ, ശബത്ത് കഴിഞ്ഞ് അടുത്ത ദിവസം ഞായറാഴ്ചയാണ്. ഞായറാഴ്ച രാവിലെ ആദ്യത്തെ കറ്റ കൊണ്ടൊന്ന് പുരോഹിതൻ നീരാജനം ചെയ്യുകയാണ്. അത് വാസ്തവമായി അതിന്റെ പൊരുളെന്ന് പറഞ്ഞാൽ, ശബത്ത് കഴിഞ്ഞ പിറ്റേ ദിവസം ഞായറാഴ്ച അവർ കേട്ടു അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റു. പക്ഷെ അവിടെ പറഞ്ഞ വാക്ക് നോക്കിയേ, എന്തിനാണത് നീരാജനം ചെയ്യുന്നത്? നിങ്ങൾക്ക് പ്രസാദം ലഭിക്കാൻ. ആ വാക്ക് അണ്ടർലൈൻ ചെയ്യുക, ആ വാക്ക് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പ്രസാദം ലഭിക്കാൻ. ഇംഗ്ലീഷിൽ വായിച്ചാൽ ടു ബി അക്സെപ്റ്റഡ് ഫോർ യു, ടു ബി അക്സെപ്റ്റഡ് ഫോർ യു. നിങ്ങളെ സ്വീകരിപ്പാൻ, നിങ്ങൾക്ക് പ്രസാദം ലഭിക്കാൻ ആ കറ്റ യേശുക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ എന്തിനു വേണ്ടി? നമുക്ക് വേണ്ടി. ഞാൻ എടുക്കണോ വേണ്ടായോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ വളരെ വ്യക്തമായ എബ്രായലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അവൻ യഹൂദ ഗോത്രത്തിൽ നിന്നാണ്. ആ ഗോത്രത്തിൽ പൗരോഹിത്യത്തോടൊന്നും പറയുന്നില്ല. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകയില്ലായിരുന്നു. അവന്റെ പൗരോഹിത്യം സ്റ്റാർട്ട് ചെയ്തത് പുനരുത്ഥാന ശേഷമാണ്. ആ പുനരുത്ഥാന ജീവിതത്തിലെ പൗരോഹിത്യം ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടി. നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ, നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അക്സെപ്റ്റഡ് ആയി നമ്മൾ തീരാൻ നമുക്ക് വേണ്ടി മുമ്പ് കൂട്ടി അവിടെ പ്രവേശിച്ചു. ആ കർത്താവിന്റെ മഹത്വമാണ്. ദാനമായി നൽകിയ ദൈവപുത്രന്റെ പുനരുത്ഥാന ജീവിതമാണ്. 14 തൊട്ടുള്ള വാക്യങ്ങളിൽ, ലേവ്യ പുസ്തകം 2:14 തൊട്ടുള്ള വാക്യങ്ങളിൽ വായിക്കും. ഇനി നമുക്ക് ആ വാക്യം ഒന്ന് അപഗ്രഥിക്കാം. 14-ാം വാക്യം നോക്കി. ആദ്യഫലങ്ങളുടെ ഭോജനയാഗം യഹോവയ്ക്ക് കഴിക്കുന്നെങ്കിൽ കതിർ ചുട്ട ഉതിർത്ത മണി. ഇവിടെ എടുത്തു പറയുന്നുണ്ട് ഇംഗ്ലീഷിൽ, മലയാളത്തിൽ അത് വിട്ടുപോയി. ഗ്രീൻ ഇയേഴ്സ് ഓഫ് കോൺ, ഗ്രീൻ ഇയേഴ്സ് ഓഫ്. നമ്മുടെ കർത്താവ് പറഞ്ഞൊരു വാക്യം പറയട്ടെ, വായിച്ചേക്കാം. ഗ്രീൻ ഇയേഴ്സ്. ലൂക്കോസ് 23 എടുത്താട്ടെ. അവിടെ നമ്മൾ ഇതിന്റെ അർത്ഥം കാണും. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം, 23-ന്റെ 31-ാമത്തെ വാക്യം. എന്താ അവിടെ വായിക്കുന്നത്? പച്ചമരത്തോട്, അണ്ടർലൈൻ ചെയ്യുക, ഗ്രീൻ ഇയേഴ്സ്, പച്ചമരത്തോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഉണങ്ങിയതിനോട് എന്ത് ഭവിക്കുമെന്ന് പറഞ്ഞു. എന്താ കർത്താവ് പറഞ്ഞത്? യോഹന്നാൻ 1:4. എന്താണ് പച്ചമരം? അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ഇൻ ഹിം വാസ് ലൈഫ് ആൻഡ് ദ ലൈഫ് ഹാസ് എ ലൈറ്റ് ഓഫ് മെൻ. യേശുക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ ഈ ലോകത്തിൽ ജനിച്ചപ്പോൾ ജീവൻ ഉണ്ടായിരുന്ന വ്യക്തി. അതാണ് പച്ചമരം. യോഹന്നാൻ 1:4. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജനിച്ചത്, മാനവരാശിയൊക്കെ ജനിച്ചത് എങ്ങനെയാ? മരിച്ചിട്ടാണ്. അതിക്രമങ്ങളിലും പാപങ്ങളും മരിച്ചവരായിട്ടാണ് നമ്മളിവിടെ ജനിച്ചത്. യേശുക്രിസ്തു മാത്രം എക്സെപ്ഷണലായിട്ട്. ഇൻ ഹിം വാസ് ലൈഫ്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ കർത്താവ് തന്നെ കുറിച്ച് പറയുന്നുണ്ട് പച്ചമരം. ബാക്കിയുള്ളവരോ ഉണങ്ങിയ മരങ്ങളാണ്. ആ പച്ചമരം അവനിൽ കുടികൊണ്ട ജീവനെ കാണിക്കും. അവനിൽ കുടികൊണ്ട ജീവൻ. ആ ജീവൻ നമ്മൾ ഓർക്കണം. പച്ച ആ കതിര് നമ്മൾ ഓർക്കണം, അത് ഉതിർത്തെടുക്കണം. ഗ്രീൻ ഇയേഴ്സ് ഓഫ് കോൺ, കോൺ ബീറ്റൺ ഔട്ട് ഓഫ് ഫുൾ ഇയേഴ്സ്. അതായത് കതിരിൽ നിന്ന് ഈ മണികളൊക്കെ അടർത്തിയെടുക്കണം. നമ്മൾ ഓർക്കണം, അതൊരു പച്ചക്കതിരാണ്. അത് അടർത്തിയെടുക്കണം. ഇത് നമ്മളെ വലിയ പാഠം പഠിപ്പിക്കുന്നു. ജീവന്റെ തുടിപ്പുണ്ടായിരുന്ന ദൈവത്തിന്റെ പുത്രനെ നമ്മൾ ഓർക്കണം,
അവനെ 33 വയസ്സ് ആയുസിന്റെ മധ്യേ വെച്ച് അവനെ നമുക്ക് വേണ്ടി പാപത്തിന്റെ പരിഹാരത്തിന് യാഗമായി കൊടുക്കുകയാണ്. ഗ്രീൻ ഇയേഴ്സ്, ഉണങ്ങിയിട്ടില്ല, അത് റൈപ്പായിട്ടില്ല. അവന്റെ 33 വയസ്സിലാണ് അത് സംഭവിച്ചെന്നുള്ളത് ഓർക്കുക. രണ്ടാമത് നമ്മൾ കണ്ടു, ദൈവം എടുത്തു പറഞ്ഞു കതിർ ചുട്ടിരിക്കണം, ഡ്രൈഡ് ആയിരിക്കണം. ദൈവസന്നിധിയിൽ ഓർമ്മയ്ക്കായി കൊണ്ടു കൊടുക്കുമ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന മണിയുണ്ടല്ലോ, അത് പച്ചമണിയാ, പക്ഷെ അത് തീയിൽ കൂടെ ചുട്ടിട്ട് വേണം. എന്ന് പറഞ്ഞാൽ കറുത്ത പാടൊക്കെ അതിനകത്ത്, കരിഞ്ഞ പാടൊക്കെ ഉണ്ട്. ആ കരിഞ്ഞ പാടുള്ളത് വേണം കൊണ്ടു കൊടുക്കാൻ. സഹോദരന്മാരെ, നമ്മുടെ കർത്താവിനെ മടങ്ങി വരുമ്പോൾ നമ്മൾ സക്കറിയ പ്രവചനം ഒന്ന് എടുത്താട്ടെ. സക്കറിയ പ്രവചനം 13-ാം അധ്യായം 6-ാം വാക്യം നോക്കിക്കോട്ടെ. എന്നാൽ അവനോട് നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്തെന്ന് ചോദിച്ചു. അവൻ എന്നെ സ്നേഹിച്ചവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു ഉത്തരം. കർത്താവിന്റെ 2-ാം വരവിൽ യഹൂദന്മാർ അവന്റെ കൈകളിലെ ആണിപ്പഴുതുള്ള പാടുകളൊക്കെ കാണുമ്പോൾ ഇതെന്താണെന്ന് ചോദിക്കും. തോമസിനോട് പറഞ്ഞു, നിന്റെ കൈ ഇങ്ങോട്ട് നീട്ടി എന്റെ വിലാപ്പുറത്തൊന്ന് ഇടുക, ആ മുറിവിലൊന്ന് ഇടാൻ പറഞ്ഞു. ആ പുനരുദ്ധാനം പ്രാപിച്ച ശരീരം എത്രയോ സൗന്ദര്യപൂർണനായിരുന്ന ആ കർത്താവ് എത്രയോ സുന്ദരനായിരുന്നു. അവന്റെ ശരീരത്തിൽ വടുക്കളുണ്ട് ഇപ്പോഴും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണും, നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി അടികളേറ്റ ആ മുറിവിന്റെ പാടുകളൊക്കെ. ആ പുനരുദ്ധാന ശരീരത്തിൽ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യും. അവൻ ആരെ സ്നേഹിച്ച് തന്നെത്താൻ കൊടുത്തോ അവർക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യും. അതിന്റെ ഓർമ്മയാണ് ആ ചുട്ട മണികളിൽ കാണുന്ന, ആ മണികളിൽ കാണുന്ന കരിഞ്ഞ പാടുകളൊക്കെ നമ്മുടെ കർത്താവിൽ പുനരുദ്ധാന ശരീരത്തിൽ കാണുന്ന പാടുകളുടെ മനോഹരമായ ഒരു ചിത്രമാണ്. എന്നിട്ട് 15-ാം വാക്യത്തിൽ ഞാൻ വായിക്കും. 15-ാം വാക്യത്തിൽ അതിന്മേൽ എണ്ണ ഒഴിക്കണം, കുന്തിരുക്കമിടണം, ഇതൊരു ഭോജനയാകും. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ്. കുന്തിരുക്കമിടുന്നതും എണ്ണ ഒഴിക്കുന്നത് നമ്മൾ കണ്ടു. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു നിർത്തട്ടെ. He was God's gift in humiliation to meet our earthly need. നാം പാപികൾ എന്ന നിലയിൽ നമ്മുടെ ആവശ്യങ്ങൾ അത് നിറവേറ്റി തരുവാൻ, നമ്മളെ വിശുദ്ധന്മാരാക്കുവാൻ, നമ്മളെ നീതീകരിക്കുവാൻ അവനെ ദൈവം നമുക്ക് ദാനമായി. 2, ഈവൻ സോ, അതുപോലെ തന്നെ he will be God's gift to the redeemed in resurrection glory for their eternal blessing. അവരുടെ നിത്യമായ അനുഗ്രഹങ്ങൾ അവരുടെ മേൽ പകർന്നു കൊടുക്കുവാൻ ആ ദൈവപുത്രനെ നമ്മൾ വായിച്ചു. ആ ആദ്യഫല കറ്റ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുവാൻ, ഫോർ യുവർ അക്സെപ്റ്റൻസ്, ദൈവം നമുക്ക് വേണ്ടി കരുതൽ. അവന്റെ മരണത്താൽ നമുക്ക് നിരപ്പ് ലഭിച്ചെങ്കിൽ നിരന്ന ശേഷം എത്ര അധികം ഈസ് എ ഫോറണ്ണർ, നമുക്ക് വേണ്ടി മുമ്പ് കൂട്ടി പ്രവേശിച്ചു, എന്നേക്കും ജീവിക്കുന്ന പുരോഹിതൻ. ആ കർത്താവിന്റെ ശരീരത്തിലെ പാടുകൾ ഇന്നുമുണ്ട്. അത് നമ്മളെ സ്നേഹിച്ചതിന്റെ, നമ്മൾ ഓർത്തതുപോലെ എന്നെ സ്നേഹിച്ചവരുടെ വീട്ടിൽ വെച്ച് ഞാൻ കൊണ്ട അടികളുടെ പാടുകൾ. ഈ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം, സേവിക്കാം. ഞാൻ ഈ ഭോജനയാഗത്തിന്റെ പഠനം ഇവിടെ നിർത്തുന്നു. ദൈവം നിങ്ങളുടെ ഹൃദയത്തിന് അത് അനുഗ്രഹിച്ചു തരട്ടെ.